മഴവിൽ മനോരമയിലെ പട്ടുസാരി എന്ന സീരിയലിൽ കൂടെ ഒരു പാൽ പുഞ്ചിരിയായിട്ട് ഒരു നാടൻ കഥാപാത്രമായിട്ട് കടന്നു വന്ന താരമാണ് സാധിക വേണുഗോപാൽ. ആ നാടൻ കഥാപാത്രത്തിൽ കൂടെ തന്നെ ഒരുപാട് പേരുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കുവാൻ ആ സീരിയലിൽ കൂടി ഈ താരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് താരത്തിന്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം. നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴേലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പട്ടുസാരിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും വലിയ അവാർഡ് ഏതാണെന്നറിയോ? ഏറ്റവും വലിയ അവാർഡ് എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ പ്രേക്ഷകര് നമ്മളെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എനിക്ക് അതായിരുന്നു പട്ടുസാരിയിൽ എനിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ അടുത്ത് നിന്ന്. അവർക്ക് ഞാനത് മാറിയപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് സാധിക മാറിയതിനു ശേഷം ഞങ്ങൾ ആ സീരിയൽ കണ്ടിട്ടില്ല എന്ന്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു അവാർഡായിരുന്നു. കാരണം ഞാൻ ചെയ്തത് അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വേറൊരാൾ വരുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഒരു വർക്ക് ചെയ്തപ്പം അച്ഛൻ ഇതേപോലെ നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു ഡയറക്ടോറിയൽ വെഞ്ചർ ബിഗിനിങ് ഒരു കവർ സോങ് ചെയ്തപ്പോൾ. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റിയൽ അവാർഡ് എന്ന് പറയുന്നത്. ഈ അച്ഛന്റെ കാര്യങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളും ഞാനിങ്ങനെ കുറേയേറെ ഇന്റർവ്യൂസ് തപ്പി നോക്കിയപ്പോഴത്തേക്കും അച്ഛന്റെ സപ്പോർട്ട് ഏറ്റവും അവസാന തീരുമാനം എടുക്കുന്നത് മേഡമാണ് എന്നൊക്കെ പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് മക്കളെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഓപ്പണായിട്ട് വിടാൻ പല അപ്പന്മാർക്കും പേടിയാണ്. പക്ഷേ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം താൻ വളർത്തിയ മകള് അത്രത്തോളം കറക്റ്റായിട്ട് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു അപ്പനും അമ്മയും അങ്ങനെ തീരുമാനം എടുക്കുന്നത്. പക്ഷെ മേഡം പറഞ്ഞതൊക്കെ വളരെ സത്യമായ കാര്യമാണ്. പക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് മേഡത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ സാധിക എൻ്റെ മനസ്സിൽ നിന്ന് മാത്രമല്ല പലരുടെയും മനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവാർഡുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് പബ്ലിക്കായിട്ട് പറയും. പക്ഷെ ഒരു നടിയാണെങ്കിൽ ഒരു പ്രശസ്തരായ ആൾക്കാരെ ഇല്ലെങ്കിൽ 10 പേരെ വെച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കി പറയും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കാശ് കൊടുത്ത് പറയും, ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ അന്നും ഇന്നും മേഡത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു അവാർഡുണ്ട്. ഏതാന്ന് അതായത് ഈ സ്റ്റാർ മാജിക്കില് നമ്മുടെ മരിച്ചുപോയ മൺമറഞ്ഞ കലാകാരൻ സുധിച്ചേട്ടൻ മേഡത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തില് നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ച ഒരു വ്യക്തിയാണ് മേഡം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോഴും അത് സഹായിച്ചെന്നോ ഇല്ലെന്നോ ഒന്നും മേഡം പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഈ ഒരു ചിരി മാത്രമാണ്. പല ആൾക്കാർക്കും അത് മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഒരു സുധിച്ചേട്ടൻ അത് തുറന്നു പറയാം, അദ്ദേഹത്തിന് വലിയൊരു മനസ്സാണ്. അത് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേഡം എത്ര പേരെ സഹായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഒരാളെ മാത്രമായിട്ട് ഒരു വ്യക്തിക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇത് ഡിപ്പെൻസ് ആണല്ലോ. നമ്മൾ ഓരോ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് ആവശ്യം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരാകുമ്പം നമ്മളത് ചെയ്യാന്നുള്ളത് നോർമലായിട്ട് മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എവിടെ പ്രശ്നം എന്ന് വെച്ചാല് ഈ പരിപാടി ആക്ച്വലി കുറച്ചു കാലം നിർത്തി എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ കുറെ ആൾക്കാർ ഇപ്പൊ നമുക്ക് ചില ആൾക്കാരെ വിളിക്കുമ്പം അവരെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് ജെന്യൂൻ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മുടെ മാനസികാവസ്ഥ മൊത്തത്തിൽ മാറും. നമ്മളിപ്പോ ഒരാളെ സഹായിക്കുക എന്ത് ചെയ്യുമ്പോഴും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രശ്നമുണ്ട്. കാരണം വിളിച്ചു ചോദിക്കുമ്പോൾ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് കാരണം എന്തെങ്കിലും. അപ്പൊ ഇപ്പൊ ഞാൻ പറയുമ്പോ എന്താ പറയാന്ന് വെച്ചാല് എന്റെ കയ്യിലുള്ളത് അവര് ചോദിക്കുന്നതല്ല. ഇപ്പൊ എനിക്ക് ഇത്ര ഇപ്പൊ പറ്റുള്ളൂ, അത് ഞാൻ തരാം, നിങ്ങൾ തിരിച്ചു തരണ്ട. ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷെ അതെന്താ വെച്ചാൽ അത് ഞാൻ തിരിച്ചു തരാൻ വേണ്ടി. കാരണം ചോദിക്കുന്നവരത് കാർഡാ ചോദിക്കുന്നത്. കാരണം എല്ലാ ആൾക്കാർക്കും അത് അവരുടെ ആവശ്യമാണ്, തിരിച്ചു തരില്ല എന്ന് പറയാനായിട്ട് മടിയാണ്. അത് അവരുടെ മനസ്സിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ, അവരുടെ സ്റ്റേറ്റസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പൊ അത് കാരണം അവരെല്ലാരും ചോദിക്കുക, കടമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടും പല ആൾക്കാരും അത് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കും ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ നമുക്ക് വർക്കില്ലാത്ത സമയം ഉണ്ടാവും. നമ്മുടെ കയ്യില് ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ ഇവരൊക്കെ ഭയങ്കര വെൽ സെറ്റിൽഡ് അല്ലെങ്കിൽ അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പൊ നമുക്കും ബുദ്ധിമുട്ടുകളുള്ള അവസരങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. അപ്പം നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുത്ത ആൾക്കാരുടെ ഫസ്റ്റ് ചോദിക്കുക. നമ്മൾ കടം വാങ്ങിക്കുക, നമ്മൾ കടം കൊടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഫസ്റ്റ് ചോദിക്കുക. ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമ്മൾ അവരെ കടം ചോദിക്കുന്നത് അവസ്ഥ അത് വരും. സത്യം ഭയങ്കര വിഷമാവും. കാരണം നമ്മൾ അവർക്കൊരു അത്രയും അത്യാവശ്യപ്പെട്ട സാഹചര്യം. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അവരെ വിചാരിച്ച് ഇത് കിട്ടിയിട്ട് ഇവർക്കൊന്നും ചെയ്യാനില്ലല്ലോ.
അതാണ് അവരുടെ മെന്റാലിറ്റി. അപ്പൊ അവര് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ സമയത്തിന് കിട്ടില്ല അല്ലെ, അത് അവർ ആലോചിക്കില്ല. തിരിച്ച് നമ്മൾ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അത് ഇതിപ്പോ എന്തിനാ, നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ കാശില്ല, എന്റെ കാശ് കിട്ടിയിട്ട് വേണം, അയാളുടെ കാശില്ല എന്റെ കാശ്. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോ തന്നെ എനിക്ക് ലൈക്ക് ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട്. ഇൻസ്റ്റയിൽ എവിടുന്നാണെങ്കിലും എല്ലാ ആൾക്കാരും മെസ്സേജ് 2 മെസ്സേജ് അയച്ച് 3ാമത്തെ മെസ്സേജ് ആയിരിക്കും കുറച്ച് അത്യാവശ്യമുണ്ട് ഒരു കാരണം ഒന്ന് പൈസ അയച്ചു ഈ ഗൂഗിൾ ഇത് അയച്ചാൽ മതിയല്ലോ സ്കാൻ കോഡ് ഒരു 2000 രൂപ ഇങ്ങോട്ട് ഇട്ടോളൂ, എനിക്ക് എക്സാം ഫീ അടയ്ക്കാണ്ട് അല്ലെങ്കിൽ അത് അയക്കേണ്ടത്. ഞാൻ ചിന്ത എന്റെ അനിയൻ പോലെ എന്നോട് ഇങ്ങനെ ചോദിക്കാറ്. പക്ഷെ അതാ ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള എനിക്കൊന്ന് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അതേ പറ്റിയിട്ട് ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. കാരണം എവിടുന്നെങ്കിലും ഇത് കാണുന്നതല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മാത്രമല്ല ഇപ്പൊ അച്ഛൻ അത് ചെയ്തു എന്നുള്ളതിലല്ല കാരണം സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മാറി തുടങ്ങുന്നത്. അവിടെ ചിലപ്പോ അച്ഛനെക്കാട്ടിലും ശമ്പളം ചിലപ്പം ആ ഒരു ലൈഫ് അല്ലല്ലോ നമ്മളിപ്പോ എൻജോയ് ചെയ്ത് വരുന്ന ലൈഫ്. ഇപ്പൊ മക്കൾ അപ്പന്മാരെ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് മാറി. അതില് എന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഞാന് ചെറുപ്പം തൊട്ടേ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെയും കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം കണ്ടു പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോഴേ വായില് വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ആളൊന്നല്ല നമ്മള്. പലരും അങ്ങനെ അല്ല ആക്ച്വലി അച്ഛന്റെ ഒരു സ്വഭാവം കംപ്ലീറ്റ്ലി എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൾക്കാരോട് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറയില്ല. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ ഫിലിം ഫീൽഡായിരുന്നു. നമ്മുടെ ഈ ചാനലിലേക്ക് അച്ഛൻ എവിടേക്കും വരില്ല. അച്ഛൻ പുറകിലും എന്റെ ഫോട്ടോസിൽ പിന്നെയും കിട്ടുമായിരിക്കും എവിടെയെങ്കിലും. അതെന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അച്ഛൻ ക്യാമറ എന്തെങ്കിലും കണ്ടാൽ വഴിക്കേ വരില്ല. അച്ഛൻ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇന്റർവ്യൂസോ അങ്ങനത്തെ ഒന്നും കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്കും അച്ഛൻ വരില്ല. അച്ഛൻ അങ്ങനെ സ്വഭാവമല്ല. അച്ഛന്റെ കാര്യങ്ങൾ സൈലന്റ് ആയിട്ട് ചെയ്തു പോവുക. അച്ഛന്റെ റൂമിൽ നിന്നുള്ള പരിപാടിയുള്ളൂ. പറഞ്ഞു വന്നത് അപ്പൊ ചെറുപ്പത്തില് ഈ പറഞ്ഞ പോലെ ഞാന് അച്ഛന്റെ വീട്ടിലായിരുന്നു ജനിച്ചതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്കൂളിംഗ് പരിപാടിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മാറി. അപ്പൊ അച്ഛൻ ഈ ഫീൽഡ് ആയതുകൊണ്ട് സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മുമ്പ് അറിയാമല്ലോ. ഇപ്പം കുറച്ചും കൂടി നമുക്ക് ലാവിഷാണ് അല്ലെ. മുമ്പ് അതല്ല. മുമ്പ് ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും ആക്സെപ്റ്റൻസ് സിനിമയ്ക്കൊന്നും ഇല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും അച്ഛൻ ഉണ്ടായിരുന്നു, സീനിറ്റായിട്ടെങ്കിലും നമുക്ക് എല്ലാരും ഒരുമിച്ചാണ് മദ്രാസിലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഉള്ള സമയത്ത് അവരെല്ലാവരും ഒരു ചാൻസ് കിട്ടുക അല്ലെങ്കിൽ ഒന്ന് അഭിനയിക്കുക, ഒന്ന് മുഖം കാണിക്കുക എന്നുള്ള പ്രതീക്ഷയോടെ മദ്രാസിൽ പോയി. അപ്പൊ അച്ഛന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അച്ഛൻ സ്ക്രിപ്റ്റും എഴുത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അച്ഛനതായിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ലിമിറ്റഡ് ഇതിൽ നിന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് എപ്പോഴും അച്ഛന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്. അച്ഛന്റെ വീട് ആക്ച്വലി പറഞ്ഞ പോലെ അത്യാവശ്യം വെള്ളിക്കരണി സംഭവമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വയലും കാര്യങ്ങളും ഒരുപാട്. അച്ഛൻ പറയും ആക്ച്വലി അച്ഛനാണ് അത് മുഴുവൻ കൊണ്ട് കളഞ്ഞത്. കാരണം അച്ഛൻ ഈ ട്രാവലിംഗും പരിപാടി സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് അമ്മ ഒന്ന് ഞാൻ അച്ഛനത് കളഞ്ഞെന്ന് പറയും. അപ്പൊ നമ്മളെ അടുത്തേക്ക് ഒക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഉണ്ടായി വന്നപ്പോൾ അച്ഛൻ സിനിമ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. സിനിമ എനിക്ക് ഞാൻ ജനിച്ചത് ഒരു 3 വയസ്സ് 4 വയസ്സോടെ സ്നേഹദൂതം എന്ന സിനിമ ചെയ്യുന്നത്. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്തില്ല. അതില് ആക്ച്വലി സുധീഷ് ചേട്ടനായിരുന്നു നായകൻ. പിന്നെ നമ്മുടെ ആൻഡോ ചേട്ടന്റെ വൈഫ് നീന ചേച്ചിയുടെ സിസ്റ്റർ ഉണ്ട് നീന ചേച്ചിയായിരുന്നു നായിക. പിന്നെ കരമൻ ചേട്ടൻ, ശ്രീനി ചേട്ടൻ, ലാലുലക്ഷ്മൺ, ഒരുപാട് ആൾക്കാർ അതിലുണ്ടായിരുന്നു. അപ്പം ഞാനും ഇവരുടെയൊക്കെ ഇടയിൽ കിടന്നിട്ട് ഓടി നടന്ന് ഇവരുടെയൊക്കെ മടിയിലിരുന്നിട്ടാണ് എന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പൊ സിനിമാ സെറ്റ് എനിക്ക് അപ്പൊ തൊട്ടേ പരിചയമാണ്. അപ്പൊ അത് ആ ഒരു സമയം കഴിഞ്ഞ് നമ്മള് മൊത്തം മാറി അച്ഛൻ്റെ ആഡ് ഫിലിംസും കാര്യങ്ങളും തുടങ്ങിയ സമയത്തൊക്കെ അപ്പൊ നമ്മള് ഫസ്റ്റില് ഞാൻ എന്റെ വീട് വെക്കുന്ന ഫസ്റ്റ് സ്വന്തമായിട്ടൊരു വീടിനൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വീട് വെക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചെന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛന്റെ ഒരു ഇതുണ്ട്, ആൾക്ക് മറ്റേ ബിസിനസ് ആയിരുന്നു. അതായത് നമ്മുടെ മിഠായിയും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ഷോപ്സിൽ കൊടുക്കുന്ന അതിന്റെ ബിസിനസ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടുവെക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിന്റെ ഒരു റൂം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിനും അച്ഛൻ ഈ പറഞ്ഞ പോലെ റെന്റും കാര്യങ്ങളും അച്ഛൻ അത് ഭയങ്കര നിർബന്ധം, ഒന്നും ഒരാളുടെ വേറെ ആളുടെ ചെലവിലാവരുതെന്ന്. അപ്പൊ അതിനെന്താണോ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്, അപ്പൊ അതും കിച്ചണും ആ റൂമും കിച്ചണും മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാന് അനിയൻ അച്ഛൻ അമ്മ ഈ ഒറ്റ റൂമിന്റെ ഉള്ളിലാണ്. ഇത് ഓടിട്ടതാണ്. രാത്രി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഫുൾ മഴ ചോരും. ആൻഡ് ബക്കറ്റിൽ വെള്ളം പിടിക്കുക. അത് കഴിഞ്ഞ് നമ്മള് കുറച്ച് അത് ഇറക്കത്തില്ല, റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഈ വീട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കേറും. ഇവിടെ കിണറൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള്
പിന്നെ തോണി കൊണ്ട് നമുക്ക് ഓട്ടി കളിക്കാം. ആലപ്പുഴയിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് പോണെങ്കിൽ മുട്ടറ്റും വെള്ളമായിരിക്കും. അപ്പൊ ഈ ഒരു ലൈഫ് ശീലിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു ആർഭാടങ്ങളോ സംഭവങ്ങളോ ഇപ്പോഴും ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന കാർ വാഗ്നറാണ്. എനിക്ക് മറ്റേ ഓടിയും BMW ഒന്നും ആവശ്യമില്ല. എന്നോട് ആൾക്കാർ ചോദിക്കും ആർട്ടിസ്റ്റ് അല്ലേ വാങ്ങിച്ചൂടെ. കാഴ്ചപ്പാടുകൾ നേരത്തെ മുതൽ സെറ്റാണ്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ആക്ച്വലി ലൈക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്നെങ്കിൽ ചെറുപ്പം തൊട്ടേ എനിക്ക് മണിനൊക്കെ അങ്ങനെ അച്ഛന്റെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം നമ്മൾ പറയില്ല, നമ്മുടെ സാഹചര്യമാണ് നമ്മളാക്കി മാറ്റുന്നത്. അപ്പം ആ ഒരു സാഹചര്യം കാരണമായിരിക്കാം ചെറുപ്പം തൊട്ടേ ഞങ്ങൾ എല്ലാവരും മെച്ചൂർഡാണ്. ചെറുപ്പം തൊട്ടേ എന്നെയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ഞാനാണ്. ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ബസ്സിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം ഓട്ടോന്റെ റെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് കാരണം ബസ്സിലാണ് പോകുന്നത്. ബസ്സിലാകുമ്പോൾ മറ്റേ നമുക്ക് ചില പൈസ മതിയല്ലോ. 20 വയസ്സ് 25 വയസ്സൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് സ്റ്റുഡൻസ്. അപ്പൊ ഞാനാണ് അവനെ കൂട്ടുനിന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ അപ്പോൾ തൊട്ടേ എന്റെ അനിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മ മോൻ ബന്ധമാണ് ഞാനും അനിയനും. കാരണം അവനെ നോക്കുന്നത് ഞാനാണ്. അച്ഛനും അമ്മയും പുറത്തോട്ട് അവന് ബാംഗ്ലൂർ വർക്ക് ചെയ്യാം, അവൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പം ആ സമയം തൊട്ടേ എന്റെ ഒരു മെച്യൂരിറ്റി മെന്ററി കാര്യങ്ങളും എല്ലാം ആ ഒരു ലെവലിലേ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇത് അപ്പോഴും ഞാൻ കാണുന്ന ഒന്നും ഇല്ലാത്തപ്പോഴും അച്ഛൻ്റെ അടുത്ത് ആരെയും വന്ന് എന്തെങ്കിലും ചോദിച്ചുള്ളത് അച്ഛൻ കൊടുക്കും. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയും കാര്യങ്ങളും കണ്ട് ശീലിച്ചത് കൊണ്ട് ഞാൻ കൂടുതലും ആ ഒരു പാറ്റേൺ ആയി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലും പറ്റിക്കപ്പെട്ടു പോയത് കൊണ്ടാണ്. അതിപ്പോ റീസെന്റ് അതായത് കുറച്ചായിട്ട് അതൊക്കെ ഉണ്ടാവാറുണ്ട്. കൊടുത്ത കാര്യങ്ങൾ കിട്ടാതെ ആവുന്നതും അങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആദ്യം അത് ഞാൻ പോട്ടെ എന്ന് വിചാരിക്കും. പിന്നെന്ന് വെച്ചാല് നമുക്കൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുന്ന സമയത്തേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ നമുക്കത് ആൾക്കാരുടെ സ്വഭാവം നമ്മളെ യൂസ് ചെയ്യുന്ന ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുമല്ലോ, ആ പരിപാടിയാണ് കൂടുതലും ചെയ്യുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയപ്പം ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസും ഇത് ചെയ്യാതിരിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങി. അല്ല അത് ചെയ്തോണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് അർഹതപ്പെട്ടവർക്ക് അതാണ്. അല്ല അതിപ്പോ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ VCare എന്നൊക്കെ പറഞ്ഞ നമുക്കൊരു ഇതുണ്ട് സൊസൈറ്റിന്. അപ്പൊ അവര് ത്രൂ നമ്മള് അല്ലാതെ ഈ ഓർഫനേജസും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അട്ടപ്പാടിലെ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂൾ കിഡ്സ് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഡെയിലി വന്ന് ഡയറക്റ്റ് ഒന്ന് ചോദിക്കുന്ന ചില ആൾക്കാരില്ലേ, അതൊന്നും മാറി ശീലമാണ്. അതാണ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നീട് വീണ്ടും ചില ആൾക്കാർ ഈ പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവർ തിരിച്ചു തരും. അപ്പൊ ചിലത് നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്കറിയാം നമ്മൾ ചോദിക്കൂല. ഓരോ ഡിപ്പെൻസ് ആണ്. വ്യക്തിയെ സമയത്തോളം തിരിച്ച് ചോദിക്കാനും ബുദ്ധിമുട്ടാന്നുള്ള കാര്യം അവർക്കെല്ലാവരും നന്നായിട്ട് അറിയാം. പിന്നെ ചൂടാകുന്നത് കുറവാന്ന് തോന്നുന്നല്ലേ മറ്റുള്ളവർക്ക്. പക്ഷെ ചൂടായ ചിലപ്പോൾ പിടിച്ചു നിർത്താനും പറ്റത്തില്ല. തല്ലി പൊട്ടിക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ ചൂടാകുമ്പോ? അങ്ങനത്തതില്ല. മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ സൈക്കോളജി പഠിച്ചായിരുന്നു. അപ്പൊ സൈക്കോളജി പഠിച്ചതോട് കൂടിയാണ് എന്റെ ആ ഒരു സ്വഭാവം മാറിയത്. അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സൈക്കോളജി പഠിച്ചിട്ടും പറ്റിക്കപ്പെടും.